ശ്രീമന്നാരായണീയം ദശകം 16 നരനാരായണ അവതാരവും ദക്ഷയാഗവും. ബ്രഹ്മദേവന്റെ പുത്രനായ ദക്ഷ പ്രജാപതി സ്വയംഭുവ മനുവിന്റെ പുത്രിമാരിൽ ഒരാളായ പ്രസൂതിയെയാണ് വിവാഹം ചെയ്തത്. നമുക്കറിയാം, സ്വയംഭുവിന്റെ പുത്രി ദേവഹൂതിയെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദശകത്തിൽ പഠിച്ചു. ഇനിയൊരു മകൾ പ്രസൂതി. ആ പ്രസൂതിയെ ദക്ഷ പ്രജാപതിയാണ് വിവാഹം ചെയ്തത്. അവർക്ക് 16 പെൺകുട്ടികൾ ഉണ്ടായി. അവരിൽ 13 പേരെ ധർമ്മദേവന് വിവാഹം ചെയ്തു കൊടുത്തു. സ്വധ എന്ന ഒരു പുത്രിയെ പിതൃക്കൾക്കും സ്വാഹ എന്ന പുത്രിയെ അഗ്നിദേവനുമായിട്ട് വിവാഹം ചെയ്തു കൊടുത്തു. അവസാനം സതീദേവിയെ മഹാദേവനായിക്കൊണ്ടും വിവാഹം ചെയ്തു കൊടുത്തു. ഇതിൽ ധർമ്മദേവന് വിവാഹം ചെയ്തു കൊടുത്ത 13 പുത്രിമാരിൽ ഒരാളുടെ പേരാണ് മൂർത്തിദേവി. ആ മൂർത്തിദേവി ഇരട്ട കുട്ടികളെയാണ് പ്രസവിക്കുന്നത്. ആ കുട്ടികളാണ് നരനും നാരായണനും. സഹസ്ര കവചൻ എന്ന ഒരു അസുരനെ നിഗ്രഹിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ നരനാരായണ അവതാരം സ്വീകരിച്ചത് ഭഗവാൻ. അതായത് കർണൻ എന്നൊരു അസുരൻ, ആ അസുരൻ തപസ്സനുഷ്ഠിച്ച് തൻ്റെ എല്ലാ അസുരന്മാരും തപസ്സനുഷ്ഠിക്കുന്നത് ദേവന്മാരെ ജയിക്കുക എന്നുള്ള ആ ഒരു ഉദ്ദേശത്തോടെ, തങ്ങൾക്ക് മരണം ഉണ്ടാകരുത് എന്നുള്ള ഒരു ആഗ്രഹത്തോടെയാണ് അവര് തപസ്സനുഷ്ഠിക്കുക. മരണം സുനിശ്ചിതമാണ്. അങ്ങനെ ഈ കർണൻ ആവശ്യപ്പെട്ടത് സഹസ്ര കവചമാണ്. അതായത് 1000 കവചങ്ങളാണ്. ഇത് ഒരേ സമയം 1000 സംവത്സരം തപസ്സു അനുഷ്ഠിക്കണം, അതേ സമയം തന്നെ യുദ്ധവും ചെയ്യണം. എങ്കിൽ മാത്രമേ ഓരോ കവചങ്ങളും പൊട്ടിക്കാൻ പറ്റൂ. ആ 1000 കവചവും പൊട്ടിച്ചെങ്കിൽ മാത്രമേ ഈ അസുരനെ വധിക്കുവാനും സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അപ്രകാരം ഒരു വരം നേടി അജയ്യനായി നരനാരായണന്മാരായിട്ട് ഭഗവാൻ അവതരിച്ചു. അപ്രകാരം നരനും നാരായണനും മാറി മാറി യുദ്ധവും തപസ്സും അനുഷ്ഠിച്ച് സഹസ്ര കവചനെ വധിക്കുകയും ചെയ്തു. തുടർന്ന് ദക്ഷയാഗവും അതിൽ തുടർന്ന് വരുന്ന കാര്യങ്ങളുമാണ് പിന്നീട് പറയുന്നത്. അതെല്ലാം കൂടെ ഈ ഒരു ദശകത്തിൽ മേൽപ്പത്തൂർ ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ്. നമുക്ക് ഒന്നാമത്തെ ശ്ലോകം നോക്കാം. ദക്ഷോ വിരിഞ്ചതനയോധ മനോസ്തനൂജാം ലബ്ധ്വാ പ്രസൂതിമിഹ ഷോഡശ ചാപകന്യാ ധർമ്മേ ത്രയോദശ ദദൗ പിതൃഷു സ്വതാം ച സ്വാഹാം ഹവിർഭുജി സതിം ഗിരിശേ ത്വദംശേ. ദക്ഷഃ വിരിഞ്ചതനേഹ അധ മനോഹോ തനുജാം ലബ്ധ്വാ പ്രസൂതിം ഇഹ ഷോഡശ ച ആപകന്യാഃ ധർമ്മേ ത്രയോദശ ദദൗ പിതൃഷു സ്വതാം ച സ്വാഹാം ഹവിർഭുജി സതീം ഗിരിശേ ത്വദ് അംശേ. ദക്ഷഃ ദക്ഷ പ്രജാപതി, വിരിഞ്ചതനേഹ വിരിഞ്ചന്റെ പുത്രനായിട്ടുള്ള ദക്ഷ പ്രജാപതി, അതായത് ബ്രഹ്മാവിന്റെ പുത്രനായിട്ടുള്ള ആ ദക്ഷ പ്രജാപതി, അധ അനന്തരം മനോഹോ തനൂജാം സ്വയംഭുവ മനുവിന്റെ പുത്രിയായിട്ടുള്ള പ്രസൂതിം ലബ്ധ്വാ പ്രസൂതിയെ വിവാഹം ചെയ്തു. ഇഹ അവളിൽ ഷോഡശ കന്യാഹ ആപ ച, അതായത് 16 പുത്രിമാര് അവർക്ക് ഉണ്ടായി. ധർമ്മേ ത്രയോദശ, ഈ 16 പുത്രിമാരിൽ 13 പേരെയും ധർമ്മദേവനായിട്ട് വിവാഹം ചെയ്തു കൊടുത്തു. പിന്നീടുണ്ടായിരുന്ന പുത്രിമാരിൽ സ്വധ എന്ന ദേവിയെ പിതൃക്കൾക്കും സ്വാഹ എന്ന പുത്രിയെ ഹവിർഭുജിയും അഗ്നിദേവനും വിവാഹം ചെയ്തു കൊടുത്തു. പിന്നീട് ഏറ്റവും ഇളയ പുത്രിയായിട്ടുള്ള സതീദേവിയെ ത്വദ് അംശേ, അങ്ങയുടെ അംശം തന്നെയായിട്ടുള്ള മഹാദേവനായിക്കൊണ്ട് സതിം ച ദദൗ, സതിയെയും വിവാഹം ചെയ്ത് കൊടുത്തു. ബ്രഹ്മദേവന്റെ പുത്രനായിരിക്കുന്ന ദക്ഷ പ്രജാപതി സ്വയംഭൂമനുവിന്റെ പുത്രിയായിരിക്കുന്ന പ്രസൂതിയെ വിവാഹം ചെയ്തു. അവർക്ക് 16 പുത്രിമാരുണ്ടായി. 13 പേരെയും ധർമ്മദേവനായിക്കൊണ്ട് വിവാഹം ചെയ്തു കൊടുത്തു. പിന്നീട് സ്വധ എന്ന പുത്രിയെ പിതൃദേവനും സ്വാഹയെ അഗ്നിദേവനും സതീദേവിയെ മഹാദേവനായിക്കൊണ്ടും വിവാഹം ചെയ്തു കൊടുത്തു. ദക്ഷോ വിരിഞ്ചതനയോധ മനോസ്തനൂജാം ലബ്ധ്വാ പ്രസൂതിമിഹ ഷോഡശ ചാപകന്യാ ധർമ്മേ ത്രയോദശ ദദൗ പിതൃഷു സ്വതാം ച സ്വാഹാം ഹവിർഭുജി സതിം ഗിരിശേ ത്വദംശേ. ശ്ലോകം 2. മൂർത്തിർഹി ധർമ്മഗൃഹിണീ സുഷുവേ ഭവന്തം നാരായണം നരസഖം മഹിതാനുഭാവം യജ്ജന്മനി പ്രമുദിതാ കൃതതുര്യഘോഷ പുഷ്പോത്കരാൻ പ്രവവിഷൂർനുനുവുസുരൗഘാ. മൂർത്തിർഹി ധർമ്മഗൃഹിണി സുഷുവേ ഭവന്തം നാരായണം നരസഖം
महितानुभावं यज्जन्मनि प्रमुदितः कृत तुर्यघोषाः पुष्पोत्करान् प्रवविशुः नुनुवुः सुरौखाः. മൂർത്തീദേവി, ധർമ്മദേവന്റെ പത്നിയായിട്ടുള്ള മൂർത്തീദേവിയിൽ ഭഗവാന്റെ ആ അവതാരം സംഭവിച്ചു എന്ന് പറയുകയാണ്. ധർമ്മഗൃഹിണി മൂർത്തിർഹി, ധർമ്മദേവന്റെ പത്നിയായ മൂർത്തീദേവിയിൽ മഹിതാനുഭാവം, മഹാ തേജസ്സോടുകൂടിയ ഭവന്തം നാരായണം നരസഹം, അല്ലയോ ഭഗവാനെ, അങ്ങ് തന്നെ നരനും നാരായണനുമായിട്ട് ഇരട്ടക്കുട്ടികളായിട്ടാണ് ജനിച്ചത്. അതാണ് പറയുന്നത്, സുഷുവേ പ്രസവിച്ചു. അങ്ങനെ ആ മൂർത്തിദേവി ഇരട്ടക്കുട്ടികളെ പ്രസവിച്ചു. യജ്ജന്മനി, ആ ജന്മത്തിൽ, അതായത് ഭഗവാന്റെ അവതാരമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ പ്രമുദിതാഹ സുരൗഖാഹ, വളരെയധികം സന്തോഷിച്ച ദേവന്മാര്, കൃതതുര്യഘോഷാഹ, വാദ്യമേളത്തോടുകൂടി അവര് ആഘോഷിച്ചു. മാത്രമല്ല പുഷ്പോത്കരാൻ പ്രവവിഷുഹു, പുഷ്പവൃഷ്ടി ചൊരിയുകയും നുനുവുഹു, അവർ ഭഗവാനെ സ്തുതിക്കുകയും ചെയ്തു. മൂർത്തിർഹി ധർമ്മഗൃഹിണി സുഷുവേ ഭവന്തം നാരായണം നരസഖം മഹിതാനുഭാവം യജ്ജന്മനി പ്രമുദിതാ കൃതതുര്യഘോഷ പുഷ്പോത്കരാൻ പ്രവവൃഷൂർനുനുവു സുരൗഖാ. ശ്ലോകം 3. ദൈത്യം സഹസ്രകവചം കവചൈപരീതം സാഹസ്രവത്സരതപസ്സമരാഭിലവ്യൈ പര്യായ നിർമ്മിതതപസ്സമരൗ ഭവന്തൗ ശിഷ്ടൈകകങ്കടമമും ന്യഹതാം സലീലം. ദൈത്യം സഹസ്രകവചം കവചൈഹി പരീതം സഹസ്രവത്സര തപഃ സമരാഭിലവ്യൈഹി പര്യായ നിർമ്മിത തപഃ സമരൗഹു ഭവന്തൗ ശിഷ്ട ഏക കങ്കടം അമും ന്യഹതാം സലീലം. ഭവന്തൗ, അല്ലയോ ഭഗവാനെ, അവിടുന്ന് സഹസ്രവത്സര തപഃ, 1000 സംവത്സരത്തെ തപസ്സുകൊണ്ട് സമരാഭിലവ്യേഹി, മാത്രമല്ല അത്രയും കാലത്തെ തന്നെ സമരവും, അതായത് യുദ്ധവും, അങ്ങനെ ഒരേ സമയം 1000 സംവത്സരത്തെ തപസ്സും അതേ സമയം തന്നെ യുദ്ധവും നടക്കണം. അങ്ങനെ മാത്രം മുറിക്കാൻ പറ്റുന്ന കവചമാണ് സഹസ്ര കവചന്റേത്. ആ 1000 കവചവും മുറിച്ചിട്ട് ആ അസുരനെ പര്യായ നിർമ്മിത തപസ്സമരവും, ഊഴമിട്ട് നടത്തിയ ആ ഒരു തപസ്സും യുദ്ധവും കൊണ്ട്, ക്രമത്തിൽ നിശ്ചയിക്കപ്പെട്ട ആ തപസ്സും പിന്നെ യുദ്ധവും ചെയ്തിട്ട് ശിഷ്ട ഏക കങ്കടം, ആ ഒറ്റ കവചം മാത്രമാക്കി നിർത്തിയിട്ട് പിന്നീട് ആ കവചവും മുറിച്ച് അവനെ വധിച്ചു. അമും, അവനെ, സലീലം, അനായാസേന, ന്യഹതാം, നിഗ്രഹിച്ചു. അങ്ങനെ 1000 സംവത്സര കാലത്തെ തപസ്സും അതേസമയം തന്നെയുള്ള സമരവും കൊണ്ട് മാത്രം ഛേദിക്കുവാൻ സാധിക്കുന്ന 1000 കവചങ്ങളോടുകൂടിയ ആ സഹസ്ര കവചൻ എന്ന അസുരനെ ക്രമത്തിൽ നിശ്ചയിക്കപ്പെട്ടതുപോലെ തന്നെയുള്ള തപസ്സും സമരവും കൊണ്ട് ഒരൊറ്റ കവചം മാത്രമുള്ളവനാക്കി തീർത്തിട്ട് അവസാനം അവിടുന്ന് വെറും ലീലയായിട്ട്, അതായത് അനായാസേന അവനെ നിഗ്രഹിച്ചു എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. ദൈത്യം സഹസ്രകവചം കവചൈപരീതം സാഹസ്രവത്സരതപസ്സമരാഭിലവ്യൈ പര്യായ നിർമ്മിത തപസ്സമരൗ ഭവന്തൗ ശിഷ്ടൈകകങ്കടമമും ന്യഹതാം സലീലം. ശ്ലോകം 4. അന്വാചരന്നുപദിശന്നഭിമോക്ഷധർമ്മം ത്വാം ഭ്രാതൃമാൻ ബദരികാശ്രമമദ്യവാസി ശക്രോധത്തെ ശമതപോബലനിസ്സഹാത്മാ ദിവ്യാംഗനാ പരിവൃതം പ്രജിഘായമാരം. അന്വാചരൻ ഉപദിശൻ അഭി മോക്ഷധർമ്മം ത്വാം ഭ്രാതൃമാൻ ബദരികാശ്രമമദ്യവാസി ശക്രഃ അഥ തേ ശമ തപോബല നിസ്സഹാത്മാ ദിവ്യാംഗന പരിവ്രതം പ്രജിഘായമാരം. അങ്ങനെ അസുരവധത്തിന് ശേഷം നരനും നാരായണനും ബദരികാശ്രമത്തിലേക്ക് പോയി. അങ്ങനെ തപസ്സിലൂടെയും ശിക്ഷണത്തിലൂടെയും നേടിയ ആത്മീയ ശക്തികളിൽ അസൂയപ്പെട്ട ഇന്ദ്രദേവൻ കാമദേവനെയും അപ്സരസുകളെയും നരനാരായണന്മാരുടെ സമാധാനവും തപസ്സും കെടുത്തുവാൻ വേണ്ടിയിട്ട് അയക്കുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. അഹ ത്വം, പിന്നീട് അങ്ങ്,
ഭ്രാതൃമാൻ സഹോദരനോടുകൂടി മോക്ഷധർമ്മം അന്വാചരൻ ആ സർവസംഗപരിത്യാഗമാകുന്ന മോക്ഷധർമ്മത്തെ സ്വയം ആചരിച്ചുകൊണ്ട് ഉപദിശൻ അഭി ഉപദേശിച്ചുകൊണ്ടും ബദരികാശ്രമം മധ്യവാസിയും ബദരികാശ്രമത്തിൽ താമസിച്ചു. അഥ അനന്തരം ശക്രഹ ഇന്ദ്രദേവന് എപ്പോഴും ഇപ്രകാരം അസൂയ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. തന്റെ സ്ഥാനം കൈക്കലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവര് ഇപ്രകാരമൊക്കെ പ്രവർത്തിക്കുന്നത് എന്നുള്ള ആ ഒരു സംശയത്തോടെ അവരുടെ ആ ശ്രദ്ധ മാറ്റുന്നതിന് വേണ്ടിയിട്ട് അവരുടെ ആ തപസ്സും ഏകാഗ്രതയും മുടക്കി മാരം ദിവ്യാംഗന പരിവൃതം മന്മഥനെ അതായത് കാമദേവനെ ദിവ്യാംഗനമാരോടുകൂടി അതായത് അപ്സര സുന്ദരികളോടുകൂടി പ്രജിഖായ അങ്ങനെ അവിടേക്ക് പറഞ്ഞയച്ചു. അന്വാചരൻ ഉപദിശൻ അഭിമോക്ഷധർമ്മം ത്വാം ഭ്രാതൃമാൻ ബദരികാശ്രമമധ്യവാസി ശക്രോധതേ ശമതപോബല നിസ്സഹാത്മാ ദിവ്യാംഗനാ പരിവൃതം പ്രജിഖായമാരം. കാമോ വസന്തമലയാനിലബന്ധുശാലി കാന്താകടാക്ഷ വിശിഖൈർവികസദ്വിലാസൈ വിദ്യൻ മുഹുമുഹുരകമ്പമുദീക്ഷ്യ ച ത്വാം പീതസ്ത്വയാഥ ജഗദേ മൃദുഹാസപാജ. കാമഃ വസന്ത മലയാനില ബന്ധുശാലി കാന്താ കടാക്ഷ വിശിഖൈഃ വികസത് വിലാസൈഃ വിദ്യൻ മുഹുഹു മുഹുഹു അകമ്പം ഉദീക്ഷ്യ ച ത്വാം പീതഃ ത്വയാ അഥ ജഗദേ മൃദുഹാസപാജ. അങ്ങനെ ദേവേന്ദ്രനാൽ അയക്കപ്പെട്ട കാമദേവൻ വസന്തകാലത്തിന്റെ ദേവതയും അതുപോലെ തന്നെ മലയങ്കാറ്റിന്റെ അകമ്പടിയും കാമരൂപികളായിട്ടുള്ള ദേവസുന്ദരികളുടെ നോട്ടവും നൃത്തവും എല്ലാം അടങ്ങുന്ന പ്രയോഗങ്ങളെല്ലാം പ്രയോഗിക്കുകയാണ്. നരനാരായണന്മാരുടെ ആ ഒരു ഏകാഗ്രത നഷ്ടപ്പെടുത്തി ആ തപസ്സിന് വിഘ്നം വരുത്തുവാനായിട്ട് ശ്രമിക്കുകയാണ്. അതാണ് ഈ ഒരു ശ്ലോകത്തിൽ പറയുന്നത്. കാമഹ ആ കാമദേവൻ വസന്ത മലയാനില ബന്ധുശാലി വസന്തകാല ദേവതയും മലയം കാറ്റ് അതായത് തെക്കൻ കാറ്റ് എന്നിവരോടുകൂടി വികസത് വിലാസേഹി തങ്ങൾക്കുള്ള എല്ലാ കഴിവുകളും ഉപയോഗിച്ച് കാന്താ കടാക്ഷ വിശിഖേഹി സുന്ദരിമാരുടെ ആ കടാക്ഷങ്ങളും അതുപോലെ തന്നെ അവരുടെ നൃത്തങ്ങളും ആകുന്ന എല്ലാ പ്രയോഗങ്ങളും പ്രയോഗിച്ചിട്ടും അങ്ങനെ മുഹുഹു മുഹുഹു വിദ്യൻ തുടരെ തുടരെ പ്രയോഗിച്ചിട്ടും ത്വാം അകമ്പം ഉദീക്ഷ്യ ഒരു ചലനവുമില്ല എന്ന് കണ്ടിട്ട് ഭീതഹ കാമദേവൻ അങ്ങനെ ഭയന്ന് നിൽക്കുന്നത് കണ്ടിട്ട് അധ അനന്തരം മൃദുഹാസഭാജ മന്ദഹാസത്തോടുകൂടി ത്വയാ അല്ലയോ ഭഗവാനെ അങ്ങ് ജഗതേ ഇപ്രകാരം പറഞ്ഞു. അതായത് ഇത്രയൊക്കെ അവരുടെ കഴിവുകൾ പ്രയോഗിച്ചിട്ടും തങ്ങൾക്ക് യാതൊരു മാറ്റവും ഉണ്ടാകുന്നില്ല എന്ന് കണ്ടപ്പോൾ അവർ ഭയന്നു നിൽക്കുന്നു എന്ന് കണ്ടപ്പോൾ ഭഗവാൻ അവരോട് മൃദുവായിട്ട് സംസാരിച്ചു എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. കാമോ വസന്തമലയാനിലബന്ധുശാലി കാന്താകടാക്ഷ വിശിഖൈർവികസദ്വിലാസൈ വിദ്യൻ മുഹുർമുഹുരകമ്പമുദീക്ഷ്യ ച ത്വാം പീതസ്ത്വയാഥ ജഗദേ മൃദുഹാസപാജ. ശ്ലോകം 6. ഭീത്യാലമങ്കജ വസന്ത സുരാംഗനാവോ മന്മാനസ്വം ത്യുഹജുഷദ്വമിതി ബ്രുവാണ ത്വം വിസ്മയേന പരിതസ്തു വദാമധൈഷാം പ്രാദർശയസ്വ പരിചാരകാദരാക്ഷി. ഭീത്യാ അലം അങ്കജ വസന്ത സുരാംഗനഃ വഹ മന്മാനസം തു ഇഹ ജുഷത്വം ഇതി ബ്രുവാണഃ വിസ്മയേന പരിതഃ സ്തുവതാം അഥ ഏഷ പ്രാദർശയഃ സ്വപരിചാരക കാദരാക്ഷി. ഇവിടെ നരനാരായണന്മാരുടെ തപസ്സിനെ മുടക്കുവാൻ വന്ന ആ കാമദേവനെയും കൂട്ടാളികളെയും ഭയന്നു നിൽക്കുന്നത് കണ്ട് ഭഗവാൻ അടുത്തേക്ക് ക്ഷണിക്കുകയാണ്. നിങ്ങൾ ഇങ്ങ് അടുത്തു വരൂ, നിങ്ങൾ ആരും ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങൾക്കായിട്ടൊരു സൽക്കാരം കരുതി വെച്ചിട്ടുണ്ട്, അത് ആസ്വദിക്കുവിൻ എന്ന് പറഞ്ഞ് അവരെ ഈ ഒരു ഭഗവാന്റെ അടുത്തേക്ക് വിളിക്കുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. ഹേ അങ്കജ വസന്ത സുരാംഗനാഹ വഹ ഭീത്യാമലം, അല്ലയോ കാമദേവ വസന്തദേവ ദേവസുന്ദരികളെ നിങ്ങൾ ആരും ഭയപ്പെടേണ്ടതിന്റെ ആവശ്യമില്ല. ഇഹ ഇവിടെ വന്ന് മന്മാന എന്റെ മനസ്സിന്റെ ഒരു ആഗ്രഹമാണ്, അതായത് ഞാൻ നിങ്ങൾക്കായിട്ട് ഒരു സൽക്കാരത്തെ കരുതി വെച്ചിട്ടുണ്ട്, അത് നിങ്ങൾ വന്ന് സ്വീകരിക്കുവിൻ, അതുകൊണ്ട് നിങ്ങൾ എന്റെ അടുത്തേക്ക് വരൂ എന്ന് ക്ഷണിക്കുകയാണ് ഭഗവാൻ അവരെ. ജുഷത്വം സ്വീകരിച്ചാലും ഇതി ബ്രുവാണ ഇങ്ങനെ പറഞ്ഞിട്ട് സ്വപരിചാരക കാതരാക്ഷി ഭഗവാനെ പരിചരിച്ചു കൊണ്ടിരിക്കുന്ന പരിചാരികമാരെ കാട്ടിക്കൊടുത്തു. അത്ര അധികം സുന്ദരിമാരായിട്ടുള്ള അവരെ കാണിച്ചു കൊടുത്തപ്പോൾ അത്ഭുതത്തോടെ അവർ നോക്കി നിന്നുപോയി. കാരണം തങ്ങളിൽ കൂടുതൽ സൗന്ദര്യം മറ്റാർക്കുമില്ല, ദേവസുന്ദരിമാരാണ്, അപ്സരസുകൾ
പ്രതിഭകളാണ്. ഇവരെ എല്ലാം വെല്ലുന്ന തരത്തിലുള്ള സൗന്ദര്യവതികളായിട്ടുള്ള സുന്ദരിമണികൾ അങ്ങനെ ഭഗവാനെ സേവിക്കുന്നത് കണ്ട് അവരെല്ലാം ആശ്ചര്യപ്പെട്ടു പോയി. അതാണ് പറയുന്നത്, വിസ്മയേന പരിതസ്തുവതാമധീഷാം. അങ്ങനെ ഭഗവാനെ സേവിക്കുന്ന കണ്ട ആ അതിസുന്ദരികളായിട്ടുള്ള പരിചാരികമാരെയൊക്കെ കണ്ട് അത്ഭുത സ്തബ്ധരായി ഇങ്ങനെ നോക്കി നിന്നു എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. ഭീത്യാലമങ്കജ വസന്ത സുരാംഗനാവോ മന്മാനസം ത്യുഹജുഷത്വമിതി ബ്രുവാണ ത്വം വിസ്മയേന പരിതസ്തുവതാമധൈഷാം പ്രാദർശയസ്വ പരിചാരകാദരാക്ഷിം. ശ്ലോകം 7. സമ്മോഹനായ മിളിതാമദനാദയസ്തേ ത്വദ്ദാസികാ പരിമളൈ കില മോഹമാപു ദത്താം ത്വയാ ച ജഗൃഹുസ്ത്രഭയൈവ സർവ സുർവാസി ഗർവശമനിം പുനരുർവശീം താം. സമ്മോഹനായ മിളിതാഹ മദനാദേഹ തേ ത്വദ്ദാസികാ പരിമളൈഃ കില മോഹം ആപുഃ ദത്താം ത്വയാ ച ജഗൃഹുഃ ത്രപയാ ഏവ സർവ സ്വർവാസിഗർവശമനിം പുനഃ ഉർവശീം താം. അങ്ങനെ ഭഗവാനെ മോഹിപ്പിക്കുവാനായിട്ട് വന്നു ചേർന്ന കാമാദികൾ ഭഗവാന്റെ പരിചാരികമാരുടെ ആ ലീലാവിലാസങ്ങളും ആ സൗന്ദര്യവും ഒക്കെ കണ്ട്, കാരണം തങ്ങളിൽ കൂടുതൽ സൗന്ദര്യം മറ്റാർക്കുമില്ല എന്നുള്ള ആ ഒരു ഗർവിനെ ശമിപ്പിക്കുന്ന തരത്തിലുള്ള സൗന്ദര്യവതികളായിരുന്നു ഭഗവാന്റെ പരിചാരികമാർ എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. തേ സമ്മോഹനായ മിളിതാഹ, അല്ലയോ ഭഗവാനെ അവിടുത്തെ മോഹിപ്പിക്കുവാനായിട്ട് വന്നു ചേർന്ന മദനാദേഹ ആ കാമദേവാദികൾ ത്വദ്ദാസികാ പരിമളൈഹി അങ്ങയുടെ ആ ദാസികമാരുടെ വിലാസങ്ങളൊക്കെ കണ്ട് മോഹമാപുഹു കില മോഹിച്ചു നിന്നുപോയി അത്രേ. പുനഃ പിന്നെ ത്വയാ ദത്ത അങ്ങയാൽ ദത്തമായ സ്വർവാസി ഗർവശമനിം സ്വർഗവാസികളായിട്ടുള്ള എല്ലാ അപ്സരസുന്ദരികളുടെയും സൗന്ദര്യത്തിലുള്ള ആ ഗർവിനെ ഹരിക്കുന്ന തരത്തിലുള്ള താം ഉർവശിയും ആ ഉർവശിയെ ത്രപയാ ജഗൃഹുഃ ച ത്രപയോടെ അതായത് ലജ്ഞയോടെ സ്വീകരിച്ചു എന്ന് പറയുകയാണ്. സമ്മോഹനായ മിളിതാമദനാദയസ്തേ ത്വദ്ദാസികാ പരിമളൈ കില മോഹമാപു ദത്താം ത്വയാ ച ജഗൃഹുസ്ത്രഭയൈവ സർവ സുർവാസി ഗർവശമനിം പുനരുർവശീം താം. ശ്ലോകം 8. ദൃഷ്ടോർവശിം തവ ഗതാം ച നിശമ്യ ചക്ര പര്യാകുലേ ജനിഭവൻ മഹിമാവമർഷാദ് ഏവം പ്രശാന്തരമണീയതരാവതാരാത് തുത്വോധികോ വരദ കൃഷ്ണതനുസ്ത്വമേവ. ദൃഷ്ട്വാ ഉർവശിം തവ കഥാം ച നിശമ്യ ചക്രഃ പര്യാകുലഃ അജനീ ഭവൻ മഹിമ അവമർഷാത് ഏവം പ്രശാന്തരമണീയതരാ അവതാരാത് ത്വത്തഃ അധികഃ വരദ കൃഷ്ണഃ തനുഃ ത്വം ഏവ. ഇവിടെ ഭഗവാൻ ദേവേന്ദ്രനായിട്ട് നൽകപ്പെട്ട ആ ഉർവശിയെ കണ്ടും അവിടെ നടന്ന ആ വിചിത്രമായിട്ടുള്ള ലീലാവിലാസങ്ങളെ കുറിച്ചും ഒക്കെ ആ കാമദേവൻ പറഞ്ഞത് കേട്ടിട്ടും ഭഗവാന്റെ മഹാത്മ്യത്തെ പറ്റി വീണ്ടും വീണ്ടും ചിന്തിച്ച് പരവശനായി തീർന്നു ഇന്ദ്രദേവൻ എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. അതായത് ഭഗവാന്റെ എല്ലാ അവതാരത്തിലും ഇതുപോലുള്ള ഇടപെടലുകൾ ദേവേന്ദ്രൻ എപ്പോഴും കൈക്കൊള്ളാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇതും നാരായണനാണെന്ന് തിരിച്ചറിഞ്ഞ് പരിഭ്രാന്തനായി തീർന്നു എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. ശക്രഃ ഉർവശീം ദൃഷ്ട്വാ ഭഗവാൻ കൊടുത്ത ആ ഉപകാരം കണ്ടിട്ട് തവ കഥാം നിശമ്യച അല്ലയോ ഭഗവാനെ അങ്ങയുടെ വിചിത്രമായിട്ടുള്ള വിലാസ ലീലകളൊക്കെ കേട്ടിട്ടും ഭഗവൻ മഹിമ അവമർഷാത് ഭഗവാന്റെ ആ മഹാത്മ്യത്തെ കുറിച്ച് വീണ്ടും വീണ്ടും ചിന്തിച്ച് പര്യാകുലഹാജനി പരവശനായി തീർന്നു. പിന്നീട് അങ്ങോട്ട് പറയുന്നത് മേൽപ്പത്തൂരിന്റെ ഒരു മനോഗതമാണ്. ഹേ വരദ അല്ലയോ വരദായകനെ ഏവം ഇപ്രകാരം പ്രശാന്തരമണീയതരാവതാരാത് പ്രശാന്തവും രമണീയതരവുമായിട്ടുള്ള അതിവിചിത്രവുമായ അങ്ങയുടെ അവതാരങ്ങൾ പലതും അങ്ങ് എടുത്തിട്ടുണ്ടല്ലോ പലപ്പോഴായിട്ട്. ത്വത്തഃ അധികഃ കൃഷ്ണതനുഃ ത്വമേവ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ആ അവതാരം ശ്രീകൃഷ്ണ അവതാരം തന്നെയാണ് എന്ന് മേൽപ്പത്തൂര് പറയുകയാണ്. ഇത്രയൊക്കെ അവതാരങ്ങൾ അങ്ങ് കൈക്കൊണ്ടിട്ടുണ്ട്, അതിലൊക്കെയും ഏറ്റവും പ്രധാനമർഹിക്കുന്ന അവതാരം ശ്രീകൃഷ്ണന്റേതാണ് എന്ന് പറയുകയാണ് മേൽപ്പത്തൂർ ഈ ഒരു ശ്ലോകത്തിൽ. ദൃഷ്ടോർവശിം തവ കഥാം ച നിശമ്യ ചക്ര പര്യാകുലേ ജനിഭവൻ മഹിമാവമർഷാദ് ഏവം പ്രശാന്തരമണീയതരാവതാര ത്വത്തോധികോ വരദ കൃഷ്ണതനുസ്ത്വമേവ. ശ്ലോകം 9. ദക്ഷസ്തുദാതുരതിലാളനയാ രജോന്തോ നാത്യാദൃതസ്ത്വയി ച കഷ്ടമശാന്തിരാസീത് യേന വ്യരുന്ദസഭവത്തനുമേവ ശർവം
യജ്ഞേ ച വൈരപിശുനെ സുസുതാം വ്യമാനീത്. ദക്ഷഃ തു ധാതുഃ അതിലാളനയ രജഃ അന്തഃ ന അത്യാദൃതഃ ത്വയി ച കഷ്ടം അശാന്തിഃ ആസീത് യേന വ്യരുന്തഃ സഹ ഭവത്തനും ഏവ ശർവം യജ്ഞേ ച വൈരപിശുനെ സ്വസുതാം വ്യമാനീത്. അങ്ങനെ കഴിഞ്ഞ ശ്ലോകത്തോടെ നരനാരായണന്മാരുടെ ആ കഥ പൂർണ്ണമായിരിക്കുകയാണ്. തുടർന്ന് വരുന്ന 2 ശ്ലോകത്തിലായിട്ടാണ് ആ ദക്ഷയാഗത്തെ മേൽപ്പത്തൂർ വിവരിക്കുന്നത്. ബ്രഹ്മാവിന്റെ പുത്രനായിട്ടുള്ള ദക്ഷൻ സ്വന്തം പുത്രിയായ സതീദേവി മഹാദേവനെ വിവാഹം കഴിച്ചതിൽ വളരെയധികം അസംതൃപ്തനായിരുന്നു. ശിവന്റെ വേഷവിധാനത്തെ ദക്ഷന് അത്ര പ്രിയമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സ്വന്തം പുത്രിയെയും അകറ്റി തന്നെ നിർത്തി. ഒരിക്കൽ ദക്ഷൻ ബൃഹസ്പതി ഹവനം എന്ന ഒരു യാഗം നടത്തി. ആ യാഗത്തിൽ തന്റെ പുത്രിയായ സതിയെയോ ജാമാതാവായ മഹാദേവനെയോ ക്ഷണിച്ചില്ല. എങ്കിലും ആ ക്ഷണം ഇല്ലാതെ തന്നെ സതീദേവി ആ യജ്ഞത്തിന് പങ്കെടുക്കുവാൻ പോവുകയും ചെയ്തു. സതീദേവിയെ കാണുന്നതോടെ ദക്ഷനും അനുചാരികളും മഹാദേവനെ അധിക്ഷേപിച്ച് സംസാരിക്കുകയും പിതാവിന്റെ വാക്കുകളാൽ അപമാനിതയായ സതീദേവി യാഗാഗ്നിയിൽ സ്വയം ഭസ്മമായി. ഈ വിവരമറിഞ്ഞ ശിവൻ തന്റെ ജടയിൽ നിന്ന് വീരഭദ്രനെയും ഭദ്രകാളിയെയും സൃഷ്ടിച്ച് ആ യാഗം മുടക്കുവാനായിട്ട് അയക്കുകയും തുടർന്ന് അവർ ആ യാഗത്തെ നശിപ്പിക്കുകയും ദക്ഷന്റെ ശിരസ് ഛേദിക്കുകയും ചെയ്തു. അവസാനം ദേവന്മാരുടെ അപേക്ഷപ്രകാരം ശിവൻ ദക്ഷന് ആടിന്റെ തല വെച്ചു കൊടുത്ത് ജീവൻ കൊടുക്കുകയും തുടർന്ന് ആ യാഗം പൂർത്തീകരിക്കുകയും ചെയ്തു എന്നാണ് ദക്ഷയാഗത്തിന്റെ കഥ. ഇവിടെ ആദ്യത്തെ ശ്ലോകത്തിൽ ദക്ഷഹാതു ആ ദക്ഷ പ്രജാപതി ധാതുഹു അതിലാളനയ ബ്രഹ്മാവിന്റെ അതിലാളനയാൽ രജഹ അന്തഹ രജോ ഗുണങ്ങളായ കാമക്രോധാദികൾ വർദ്ധിച്ച് അശാന്തിഹി അസീത് അതുകൊണ്ട് തന്നെ ഭഗവാനിലോ സ്വന്തം പിതാവായ ബ്രഹ്മദേവനിലോ പോലും ഭക്തിയോ ആദരവോ ഒന്നും ഉണ്ടായിരുന്നില്ല. കഷ്ടം യേന അതുകൊണ്ട് തന്നെ സഹ അവൻ ഭവത്തനും ഏവ ശർവം ഭഗവാന്റെ തന്നെ അംശമായിട്ടുള്ള ആ ശർവനെ വെരുന്തഹ ദ്വേഷിച്ചു. സുസുതാം തന്റെ പുത്രിയായ സതിയെ വൈരപിശുനെ യജ്ഞേ ആ വൈരത്താൽ ആ യജ്ഞസ്ഥലത്ത് വെച്ച് വ്യമാനീത് അപമാനിച്ചു എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ മേൽപ്പത്തൂർ. അത്രയും ഭാഗമാണ് ഈ ദക്ഷയാഗം ഉൾപ്പെടുത്തിയിരിക്കുന്നത് മേൽപ്പത്തൂർ ഈ ഒരു ശ്ലോകത്തിൽ. ദക്ഷസ്തു ധാതുരതിലാളനയാ രജോന്തോ നാത്യാദൃതസ്ത്വയി ച കഷ്ടമശാന്തിരാസീത് യേന വ്യരുന്ത സഭവത്തനുമേവ ശർവം യജ്ഞേ ച വൈരപിശുനെ സുസുതാം വ്യമാനീത്. ശ്ലോകം 10. ക്രുദ്ധേശമർദ്ദിതമഖഃ സദുകൃത്തശീർഷോ ദേവപ്രസാദിതഹരാധതലബ്ധജീവ ത്വത്പൂരിതക്രതുവര പുനരാപശാന്തിം സത്വം പ്രശാന്തികര പാഹി മരുത്പുരേശ. ക്രുദ്ധേശ മർദ്ദിതമഖഃ സഹ തു കൃത്തശീർഷഃ ദേവപ്രസാദിതഹരാത് അഥ ലബ്ധജീവഃ ത്വത്പൂരിത ക്രതുവരഃ പുനഃ ആപ ശാന്തിം സഹ ത്വം പ്രശാന്തികര പാഹി മരുത്പുരേശ. സഹ തു ആ ദക്ഷ പ്രജാപതി ക്രുദ്ധേശമർദ്ദിതമഖഃ കോപത്താൽ അന്ധനായി തീർന്ന രുദ്രനാൽ തകർക്കപ്പെട്ട യാഗശാലയും യജ്ഞവും വൃത്തശീർഷഃ അങ്ങനെ ശിരസും ഛേദനം ചെയ്തു. അഥ പിന്നീട് ദേവപ്രസാദിതഹരാത് പിന്നീട് ദേവന്മാരുടെ പ്രാർത്ഥന അനുസരിച്ച് മഹാദേവൻ ലബ്ധജീവഃ ആ ജീവനെ ദക്ഷന് തിരിച്ചു നൽകി. ത്വത്പൂരിത ക്രതുവരഃ ലിയോ ഭഗവാനെ അങ്ങയുടെ ഇപ്രകാരമുള്ള കാരുണ്യത്താൽ യജ്ഞത്തെ പരിസമാപ്തിയിൽ എത്തിക്കുവാൻ അനുഗ്രഹിച്ചു. പുനഃ പിന്നീട് ശാന്തിം ആവ അതായത് ദക്ഷ പ്രജാപതിയുടെ ആ ശിരസ് ആ രജോ ഗുണത്തിന് ആധിക്യമുണ്ടായിരുന്ന ആ ശിരസ് പോയി പകരം ഒരു ആടിന്റെ തലയാണ് വെച്ചു കൊടുക്കുന്നത്. അതോടെ തന്നെ ആ അഹങ്കാരവും തീർന്നു എന്ന് പറയുകയാണ്. അങ്ങനെ ശാന്തിയോടെ ആയി തീർന്ന ഹേ പ്രശാന്തികര ഇങ്ങനെ എല്ലാവർക്കും പരമശാന്തി നൽകുന്ന അല്ലയോ മരുത്പുരപതേ സഹ ത്വം പാഹി അങ്ങനെയുള്ള അവിടുന്ന് എന്നെ കാത്തുരക്ഷിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് മേൽപ്പത്തൂർ ഈ ഒരു ദശകം അവസാനിപ്പിക്കുകയാണ്. ക്രുദ്ധേശമർദ്ദിതമഖഃ സദുകൃത്തശീർഷോ ദേവപ്രസാദിതഹരാധതലബ്ധജീവ ത്വത്പൂരിതക്രതുവര പുനരാപശാന്തിം സത്വം പ്രശാന്തികര പാഹി മരുത്പുരേശ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.